ഓക്കെ മക്കളെ, ഇന്ന് നമുക്ക് പ്ലാന്റ് കിങ്ഡം എന്നുള്ളൊരു ചാപ്റ്റർ ഒരു 15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റിവൈസ് ചെയ്ത് നോക്കാം. റെഡി അല്ലേ? നോക്കിക്കോണേ നമ്മൾ പ്രധാനപ്പെട്ട ഏരിയാസാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. നോക്കിക്കോളൂ. പ്ലാന്റിനെ മൊത്തം നമ്മൾ ക്ലാസിഫൈ ചെയ്ത് 5 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെർം ആൻഡ് ആൻജിയോസ്പെർം. പറഞ്ഞു നോക്കിയേ, ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെർം ആൻഡ് ആൻജിയോസ്പെർം. ഏറ്റവും ചെറിയ പ്ലാന്റ് ഗ്രൂപ്പാണ് ആൽഗെ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ബ്രയോഫൈറ്റ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ടെറിഡോഫൈറ്റ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ജിംനോസ്പെർം, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആണ് ആൻജിയോസ്പെർംസ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ വട്ടപ്പേരുകളൊന്ന് പഠിക്കാം. ആൽഗകളെ നമ്മൾ താലോഫൈറ്റ്സ് ആണ് വിളിക്കുക, കാരണം അവർ റൂട്ടില്ല, സ്റ്റെമ്മില്ല, ലീഫില്ല, താലസ് ലൈക്ക് ബോഡിയാണ് ഉണ്ടാവുക. ബ്രയോഫൈറ്റ്സിനെ നമ്മൾ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് വിളിക്കുക, ബിക്കോസ് ദേ ലിവ് ഇൻ സോയിൽ ആൻഡ് ഡിപ്പെൻഡ് വാട്ടർ ഫോർ ദിയർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ടെറിഡോഫൈറ്റിനെ നമ്മൾ സീഡ്ലെസ് വാസ്കുലാർ പ്ലാന്റ്സ് ആണ് വിളിക്കുക, കാരണം അവർക്ക് സീഡ് ഇല്ല, പക്ഷേ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. ജിംനോസ്പെർമിനെ നമ്മൾ നെയ്ക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്നാണ് വിളിക്കുക, കാരണം അവർക്ക് എന്തുണ്ട്, സീഡുകൾ ഉണ്ട്, പക്ഷേ അവരെ കവർ ചെയ്യാൻ ഫ്രൂട്ടുകളില്ല. ദെയർ സീഡ്സ് ആർ നോട്ട് കവേർഡ് ബൈ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ ഒവ്യൂൾസ് ആർ നോട്ട് കവേർഡ് ബൈ ഓവറി. അടുത്ത ആൻജിയോസ്പെർം തന്നെ മാത്രമാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ഫ്ലവർ ഉള്ളത്, അതുകൊണ്ട് അവരെ നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ 5 പ്ലാന്റ് ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്നത്. നോക്കിക്കോട്ടോ, അതിൽ ഏറ്റവും വലിയ പ്ലാന്റ് ഗ്രൂപ്പാണ് ആൻജിയോസ്പെർം. ആൻജിയോസ്പെർമിൽ ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ആദ്യം വന്ന ക്ലാസിഫിക്കേഷൻ ആണ് ആൻജിയോസ്പെർമിൽ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം കൊണ്ടുവന്നത് ലിന്നൈസ് ആണ്, നാച്ചുറൽ കൊണ്ടുവന്നത് ബെന്തം ആൻഡ് ഹൂക്കർ ആണ്, ഫൈലോജനറ്റിക് കൊണ്ടുവന്നത് എംഗ്ലർ ആൻഡ് പ്ലാന്റലാണ്. ഇനി നമ്മൾ പഠിക്കാൻ വേണം ആർട്ടിഫിഷ്യൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ലിന്നൈസ് ആർട്ടിഫിഷ്യൽ കൊണ്ടുവന്നത്. എന്നാൽ ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ബെന്തം ആൻഡ് ഹൂക്കർ നാച്ചുറൽ കൊണ്ടുവന്നത്. എന്നാൽ ഫൈലോജനറ്റിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. എന്നാൽ ടാക്സോണമിയുടെ ബ്രാഞ്ചസ് ആയിട്ട് ആൻജിയോസ്പെർമിൽ ചില ക്ലാസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതാണ് ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, കീമോ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ ഡാറ്റ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അതിൽ ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഒരേ സമയം തന്നെ പരിഗണിച്ചിട്ടുണ്ട്, ആൻഡ് ഈച്ച് ക്യാരക്ടർ ഈസ് ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. സൈറ്റോ ടാക്സോണമി എന്ന് പറഞ്ഞാൽ ക്രോമസോം സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് ലൈക്ക് ക്രോമസോം നമ്പർ ആൻഡ് സ്ട്രക്ചർ ആണ്. കീമോ ടാക്സോണമി എന്ന് പറഞ്ഞാൽ കെമിക്കൽ പ്രസന്റ് ഓൺ ദ പ്ലാന്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് മാച്ചിങ്ങിന് ചോദിച്ചാൽ കിട്ടുമല്ലോ. അടുത്തത് ആൽഗകൾ. നമ്മൾ ആൽഗകളിലേക്കാണ് പോകുന്നത്. ആൽഗകൾ എന്ന് പറഞ്ഞാൽ താലോഫൈറ്റുകളാണ്. ആൽഗകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ പുറമെ ആൽഗകൾ യൂണിസെല്ലാർ ആയിട്ടുള്ള ആളുകളുണ്ട്, മൾട്ടി സെല്ലാർ ആയിട്ടുള്ള ആളുകളുണ്ട്. യൂണിസെല്ലാർ ആൽഗെ എന്ന് പറഞ്ഞാൽ ആൽഗെ വിത്ത് സിംഗിൾ സെൽ. അതിന് എക്സാമ്പിളാണ് ക്ലെമിഡോമോണാസും ക്ലോറല്ലയും. മൾട്ടി സെല്ലാർ ആയിട്ടുള്ള ആൽഗകൾ 3 രീതിയിലുണ്ട്. ഫിലമെന്റസ് ആയിട്ടുള്ളവരുണ്ട്, കൊളോണിയൽ ആയിട്ടുള്ളവരുണ്ട്, മാസീവ് ഫോമിൽ കാണുന്ന ആൾക്കാരുണ്ട്. ഈ ഫിലമെന്റസ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ലോങ് ട്യൂബുലാർ ബോഡി ഉള്ള ആളാണ്. അതിന് എക്സാമ്പിളാണ് യൂലോത്രിക്സും സൈറോകേറിയും. കൊളോണിയൽ എന്ന് പറഞ്ഞാൽ ആൽഗെ സീൻ ആസ് എ ഗ്രൂപ്പ്. അതിനൊരു എക്സാമ്പിളാണ് വോൾവോക്സ് എന്ന് പറയുന്നത്. മാസീവ് ആൽഗെ എന്ന് പറഞ്ഞാൽ ആൽഗെ വിത്ത് ലാർജ് സൈസ്. അങ്ങനെ മാസീവ് സൈസുള്ള ആൽഗകളെ കൂട്ടി പറയുന്ന പേരാണ് കെൽപ്സ്. ആ കെൽപ്സിന് ഒരു എക്സാമ്പിളാണ് ലാമിനേറിയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അടുത്തത് ആൽഗകളുടെ റീപ്രൊഡക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആൽഗകൾ 3 രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യും. വെജിറ്റേറ്റീവ്, എസെക്ഷൽ, സെക്ഷൽ. വെജിറ്റേറ്റീവ് ഒറ്റ ഒന്നേ ഉള്ളൂ, ഫ്രാഗ്മെന്റേഷൻ മാത്രമേ ഉള്ളൂ. എസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോസ് ഉണ്ട്, പക്ഷേ മെയിൻലി ത്രൂ സൂസ്പോസ് ആണ്. ആൽഗകളുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അത് 3 രീതിയിലാവാം, കാരണം അവർ 2 ടൈപ്പ് ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഐസോഗമേറ്റും പ്രൊഡ്യൂസ് ചെയ്യും, അനൈസോഗമേറ്റും പ്രൊഡ്യൂസ് ചെയ്യും. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ആർ എക്സാക്ട്ലി സിമിലർ ആണെങ്കിൽ അതാണ് ഐസോഗമേറ്റ്സ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ആർ ഡിസിമിലർ ആണെങ്കിൽ അതാണ് അനൈസോഗമേറ്റ്സ് എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഐസോഗമേറ്റിന്റെയും അനൈസോഗമേറ്റിന്റെയും ഫ്യൂഷൻ പ്രധാനമായിട്ട് 3 രീതിയിൽ നടക്കും. ഏതൊക്കെയാ? ഐസോഗ്യാമസ് ഉണ്ട്, അനൈസോഗ്യാമസ് ഉണ്ട്, ഊഗ്യാമസ്. നോട്ട് മൈ പോയിന്റ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ആൽഗെ 3 രീതിയിൽ നടക്കാം: ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ്, അനൂഗ്യാമസ്. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ ആണ് ഇവിടുന്ന് എപ്പോഴും ചോദിക്കാറുള്ളത്, അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഐസോഗ്യാമസിന് എക്സാമ്പിൾ ആണ് യൂലോത്രിക്സും സ്പൈറോകേറിയും. യൂലോത്രിക്സും സ്പൈറോകേറിയും. അതിൽ യൂലോത്രിക്സിന് 2 ഗമേറ്റും ഒരേപോലെയാണ്, ഫ്ലജല്ലേറ്റഡ് ആണ്. സ്പൈറോകേറ 2 ഗമേറ്റ്സും ഒരേപോലെയാണ്, പക്ഷേ നോൺ ഫ്ലജല്ലേറ്റഡ് ആണ്. സോ ഐസോഗ്യാമസ് വിത്ത് ഫ്ലജറ്റേഡ് കണ്ടീഷൻ യൂലോത്രിക്സ്, ഐസോഗ്യാമസ് വിത്ത് നോൺ ഫ്ലജല്ലേറ്റഡ് കണ്ടീഷൻ സ്പൈറോകേറ. അനൈസോഗ്യാമസിന് എക്സാമ്പിൾ ആണ് യൂഡോറിന. എന്നാൽ ഊഗ്യാമസിന് എക്സാമ്പിൾ ആണ് വോൾവോക്സും ഫ്യൂക്കസും. പഠിക്കുക, വോൾവോക്സും ഫ്യൂക്കസും ഊഗ്യാമസ് ആണെന്ന് പഠിച്ചേക്കാം. ക്ലിയർ? അവിടുന്ന് കിട്ടി. ഇനി ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് പിഗ്മെന്റ് ആൻഡ് ഫുഡ്. കണ്ടോ, പിഗ്മെന്റിനെയും സ്റ്റോർഡ് ഫുഡും ബേസ് ചെയ്തിട്ട് ഫുഡിനെയും ബേസ് ചെയ്തിട്ട് ആൽഗകളെ പ്രധാനമായിട്ട് നമ്മൾ 3 ആയി തരംതിരിച്ചിട്ടുണ്ട്: ക്ലോറോഫൈസെ, ഫിയോഫൈസെ, റോഡോഫൈസെ. ക്ലോറോഫൈസെ നമ്മൾ ഗ്രീൻ ആൽഗെ, ഫിയോഫൈസെ ബ്രൗൺ ആൽഗെ, റോഡോഫൈസെ റെഡ് ആൽഗെ എന്നാണ് അറിയപ്പെടുക. ഇനി ഇവരുടെ ഫീച്ചേഴ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്ലോറോഫൈസെ, ഫിയോഫൈസെ, റോഡോഫൈസെ അത് ഓക്കെയാണല്ലോ. ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ. ഇനി അവരുടെ മേജർ പിഗ്മെന്റ്സ് ആണ് നോക്കുന്നത്. ക്ലോറോഫൈസിലെ മെയിൻ പിഗ്മെന്റ് ക്ലോറോഫിൽ എയും ബിയും ആണ്, അതാണ് അതിന് ഗ്രീൻ കളർ കൊടുക്കുന്നത്. ഫിയോഫൈസിലെ മെയിൻ പിഗ്മെന്റ് ക്ലോറോഫിൽ എയും സിയും ഫ്യൂക്കോസാന്തിനും ആണ്. ഫ്യൂക്കോസാന്തിനാണ് അയാളുടെ ബ്രൗൺ കളർ കൺട്രോൾ ചെയ്യുക. അടുത്തത് റോഡോഫൈസെ റെഡ് ആൽഗയാണ്. ക്ലോറോഫിൽ എയും ഡിയും ആർ ഫൈക്കോ എറിത്രിനുമാണ്. ഈ ആർ ഫൈക്കോ എറിത്രിനാണ് അവരുടെ റെഡ് കളർ കൺട്രോൾ ചെയ്യുക. ഇനി ഇവരുടെ സ്റ്റോർഡ് ഫുഡിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ക്ലോറോഫൈസകൾ ഫുഡ് സ്റ്റോർ ചെയ്യുക സ്റ്റാർച്ച് ആയിട്ടാണ്, സിമിലർ ടു ഹയർ പ്ലാന്റ്സ്. എന്നാൽ ഫിയോഫൈസെ ഫുഡ് സ്റ്റോർ ചെയ്യുക ലാമിനാർ ആൻഡ് മാനിറ്റോൾ ആയിട്ടാണ്, അത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. എന്നാൽ റോഡോഫൈസെ ഫുഡ് സ്റ്റോർ ചെയ്യുക ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്, വിച്ച് ഈസ് സിമിലർ ടു അമൈലോ പെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ. കിട്ടി. ഇനി ഇവരുടെ സെൽ വാള്. ക്ലോറോഫൈസിന്റെ ഇന്നർ വാൾ സെല്ലുലോസ് കൊണ്ടാണ്. എന്നാൽ ഫിയോഫൈസിൽ നോക്കണം, ഇന്നർ ലെയർ സെല്ലുലോസും ഔട്ടർ ലെയർ ആൽജിനും ആണ്. റോഡോഫൈസിലെങ്കിൽ സെല്ലുലോസ് ആവാം, പെക്റ്റിൻ ആവാം, ആൻഡ് പോളിസൾഫോണിക് എസ്റ്റേഴ്സ് ഒക്കെ ആവാം. ഇനി ഫ്ലജല്ലന്റെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ ക്ലോറോഫൈസിൽ 2 മുതൽ 8 വരെ ഫ്ലജല്ല ഉണ്ടാവും. എല്ലാം ഈക്വൽ ആണ്, അപ്പിക്കൽ ആണ്. എന്നാൽ ഫിയോഫൈസിൽ ആകെ 2 ഫ്ലജല്ലേ ഉള്ളൂ, അത് അണീക്വൽ ആണ്. പോരാതിന് ബോഡിയുടെ ലാറ്ററൽ സൈഡിൽ നിന്നാണ് ഉണ്ടാവുക. റോഡോഫൈസിക്ക് ഫ്ലജല്ല ആബ്സെന്റ് ആണെന്നാണ് പറയുന്നത്. ഇനി നോക്കേണ്ടത് നമുക്ക് ഇവരുടെ എക്സാമ്പിളുകളാണ്.
നോക്കണം മക്കളെ. ക്ലോറോഫൈസ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ? ക്ലമിഡോമോണാസ്, ക്ലോറല്ല, സ്പൈറോഗൈറ, യൂലോത്രിക്സ്, സ്കാര. അതിൽ നോക്കിക്കോണേ, ക്ലൈമഡോമോണാസ്, ക്ലോറല്ല, സ്പൈറോഗൈറ, യൂലോത്രിക്സ്, ക്യാര. ഇതാണ് ക്ലോറോഫൈസക്ക് എക്സാമ്പിൾ. എന്നാൽ ഫിയോഫൈസക്ക് എക്സാമ്പിൾ ആണ് ലാമിനേറിയ, സെർഗാസം, എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ഫ്യൂക്കസ്. ലാമിനേറിയ, സെർഗാസം, എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ഫ്യൂക്കസ്. പറഞ്ഞേ ലാമിനേറിയ, സെർഗാസം, എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ഫ്യൂക്കസ്. അടുത്തത് റോഡോഫൈസിന്റെ എക്സാമ്പിൾ നമ്മൾ PPGG ആണ് പഠിക്കുക. പോളിസിഫോണിയ, പോർഫൈറ, ജലീഡിയം, ഗ്രാസിലേറിയ. പോളിസിഫോണിയ, പോർഫൈറ, ജലീഡിയം, ഗ്രാസിലേറിയ. അത് കിട്ടി. എങ്കിലും ഇവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് പോയിന്റ് എല്ലാവരും നോക്കുക. അഗാർ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് കിട്ടുന്നത് ജലീഡിയത്തിൽ നിന്നും ഗ്രാസിലേറിയിൽ നിന്നുമാണ്. അത് ഐസ്ക്രീംസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ജെല്ലീസ് ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോബ്സിനെ ഗ്രോ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ചോദിക്കുക അഗാർ എവിടുന്ന കിട്ടുക? ജലീഡിയം, ഗ്രാസിലേറിയ, റെഡ് ആൽഗയാണ്. അടുത്തത് ക്ലോറല്ല എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലാർ ആൽഗയാണ്. അതിന്റെ ബോഡിയിൽ ഫുള്ള് റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് സ്പേസ് ട്രാവലേഴ്സ് വരെ അതിനെ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്പേസ് ആൽഗ ആയിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? ക്ലോറല്ല. കിട്ടി. അടുത്തത് പോർഫൈറ, ലാമിനേറിയ, സർഗാസം ഇവരൊക്കെ 70 സ്പീഷീസ് ഓഫ് മറൈൻ ആൽഗയാണ്. പോർഫൈറ, ലാമിനേറിയ, സർഗാസം ഇവരൊക്കെ നമുക്ക് എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പഠിച്ചേക്കാം. ഇനി ചില ബ്രൗൺ ആൻഡ് റെഡ് ആൽഗകൾ ഹൈഡ്രോകൊളോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതിൽ ബ്രൗൺ ആൽഗ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആൽജിൻ, റെഡ് ആൽഗ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കാരജിൻ. എല്ലാ ചോദ്യങ്ങളും കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഇതിലേക്ക് പോകണം, ബ്രയോഫൈറ്റുകളിലേക്ക് പോകണം. നോക്കണം. ബ്രയോഫൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഡിഫറൻഷിയേറ്റഡ് ദാൻ ആൽഗെ. ആൽഗകളേക്കാൾ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റഡ് ആണ്. പക്ഷേ ഇവർക്ക് ട്രൂ റൂട്ടും ട്രൂ സ്റ്റെമും ട്രൂ ലീഫൊന്നും ഉണ്ടാവില്ല. ഇവരെ നമ്മൾ വിളിക്കാറുള്ളത് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ്. ബിക്കോസ് ദേ ലിവ് ഇൻ സോയിൽ ആൻഡ് ഡിപ്പെൻഡ് വാട്ടർ ഫോർ ദിയർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി നമ്മൾ പറയുകയാണ് ഇവർക്ക് 2 പ്ലാന്റ് ബോഡി ഉണ്ട്. ബ്രയോഫൈറ്റുകൾക്ക് 2 പ്ലാന്റ് ബോഡി ഉണ്ട്. ഗ്യാമറ്റോഫൈറ്റ് ഉണ്ട്, സ്പോറോഫൈറ്റ് ഉണ്ട്. ഇവരുടെ മെയിൻ പ്ലാന്റ് ബോഡി ഗ്യാമറ്റോഫൈറ്റ് ആണ്. അതിമെന്നാണ് ഗമേറ്റ് ഉണ്ടാവുക. ഗ്യാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് സ്പോറോഫൈറ്റ് ഉണ്ടാവുക. സ്പോറോഫൈറ്റ് ഡിപ്പെൻഡ് ഓൺ ഗ്യാമറ്റോഫൈറ്റ് ഫോർ നറിഷ്മെന്റ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയുകയാണ് ഇവരുടെ റീപ്രൊഡക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ ഇവർക്ക് 2 സെക്സ് ഓർഗൻ ഉണ്ട്. ആന്ത്രീഡിയം ഉണ്ട്, ആർക്കിഗോണിയം ഉണ്ട്. ആന്ത്രീഡിയമാണ് ഇവരുടെ മെയിൽ സെക്സ് ഓർഗൻ, ആർക്കിഗോണിയമാണ് ഇവരുടെ ഫീമെയിൽ സെക്സ് ഓർഗൻ. എല്ലാവർക്കും അറിയാലോ. ആന്ത്രീഡിയത്തിന്റെ ഉള്ളിലാണ് മെയിൽ ഗമേറ്റ് ആയുള്ള ആന്ത്രോസോയിഡ് ഉണ്ടാവുക. അത് ബൈഫ്ലജലേറ്റഡ് ആണ്. എന്നാൽ ആർക്കിഗോണിയം എന്ന് പറഞ്ഞാൽ ഫ്ലാസ്ക് ഷേപ്പ്ഡ് ആണ്. അതിന്റെ ഉള്ളിൽ സിംഗിൾ എഗ് ആണ് ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാവുക. സിംഗിൾ എഗ് കിട്ടി. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രയോഫൈറ്റ്സ് പ്രധാനമായിട്ട് 2 തരത്തിലുണ്ട്. ലിവർ വേർഡ്സ് ഉണ്ട്, മോസസ് ഉണ്ട്. അതിൽ ലിവർ വേർട്ടുകളാണ് കുറച്ച് അഡ്വാൻസ്മെന്റ് കുറഞ്ഞ ആളാണ്. ബ്രയോഫൈറ്റിൽ അഡ്വാൻസ്മെന്റ് കൂടിയ ആളാണ് മോസസ് എന്ന് പറയുന്നത്. ഇനി ലിവർ വേർട്ടുകളുടെ പ്രത്യേകത ഇനങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ലിവർ വേർട്ടുകൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ജെമ്മെ ഫോർമേഷൻ എന്നാണ് പറയുക. ജെമ്മെ ഫോർമേഷൻ. ജെമ്മെ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഗ്രീൻ കളർ മൾട്ടിസെല്ലർ അസെക്ഷൽ ബഡ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ചില റിസപ്റ്റക്കിൾസിന്റെ ഉള്ളിലാണ്. അതിനാണ് ജെമ്മെ കപ്പ് എന്ന് പറയുക. നിങ്ങൾ ഈ കാണുന്നതാണ് ജെമ്മെ കപ്പ്. ഇതിന്റെ ഉള്ളിലുള്ള ഗ്രീൻ അസെക്ഷൽ ബഡിനെ പറയുന്ന പേരാണ് ജെമ്മെ. ജെമ്മെ വലുതാകുമ്പോൾ ആ ബഡാണത്, അത് ഡിറ്റാച്ച് ചെയ്തിട്ട് താഴെ വന്ന് പുതിയ ജീവിയായിട്ട് മാറും. ഇവിടുന്ന് ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ. ലിവർ വേർട്ടുകൾ കാണിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ജെമ്മെ എന്ന് പറയുന്നത്. അത് കാണിക്കുന്ന ആളാണ്. ലിവർ വേർട്ടിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ പഠിക്കണം. മാർക്കാൻഷ്യക്ക് ലിവർ വേർട്ടിന് എക്സാമ്പിൾ ആണ് മാർക്കാൻഷ്യ. ക്ലിയർ? എങ്കിൽ നമ്മൾ മോസസിലേക്ക് പോകണം. ലിവർ വേർട്ടിൽ മെയിൻ പോയിന്റ്സ് ആണ് പറഞ്ഞു കേട്ടോ. മോസസിലേക്ക് പോവാണ്. മോസസിൽ പ്രധാനമായിട്ടും അഡ്വാൻസ്ഡ് ആയുള്ള ആളാണ്. ലിവർ വേർട്ടിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് മോസസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ മോസസിന് 3 എക്സാമ്പിൾ ആണ്. ഫ്യൂണേറിയ, പോളിട്രൈക്കസ്, സ്ഫാഗ്നം. ഫ്യൂണേറിയ, പോളിട്രൈക്കസ്, സ്ഫാഗ്നം പഠിക്കണം. ഫ്യൂണേറിയ, പോളിട്രൈക്കസ്, സ്ഫാഗ്നം. അതിൽ സ്ഫാഗ്നത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീറ്റ് മോസ് എന്നാണ് വിളിക്കുക. ഇനി മോസിന്റെ പ്രത്യേകത, ബ്രയോഫൈറ്റിന്റെ മെയിൻ പ്ലോട്ട് ബോഡി ഗാമറ്റോഫൈറ്റ് ആണ്. അപ്പോൾ മോസിന്റെയും പ്രിഡോമിനന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റ് ആണ്. ആണല്ലോ. ഈ ഗാമറ്റോഫൈറ്റ് 2 ഘട്ടങ്ങളായിട്ടാണ് വളരെ. അതിൽ ഒന്നാമത്താണ് പ്രോട്ടോണിമ സ്റ്റേജ്, രണ്ടാമത്താണ് ലീഫി സ്റ്റേജ്. പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. അത് സ്പോറിൽ നിന്ന് റൈസ് ചെയ്ത് വരുന്നതാണ് പ്രോട്ടോണിമ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സെക്കൻഡറി പ്രോട്ടോണിമ എന്ന് വിളിക്കും. സെക്കൻഡറി പ്രോട്ടോണിമ ഒരു ലാറ്ററൽ ബഡ് ആയിട്ടാണ് ലീഫി സ്റ്റേജ് ഉണ്ടാവുക. ലീഫി സ്റ്റേജിലാണ് സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സും സെക്സ് ഓർഗൻസും ഉണ്ടാവുക. സെക്സ് ഓർഗൻസ് ഉണ്ടാവുക ലീഫി സ്റ്റേജിലാണ്, പ്രോട്ടോണിമ സ്റ്റേജിലല്ല. പ്രോട്ടോണിമ സ്റ്റേജും ലീഫി സ്റ്റേജും ഹാപ്ലോയിഡ് ആണ്. കാരണം രണ്ടും ഗാമറ്റോഫൈറ്റ് ആണ്. ക്ലിയർ? എങ്കിൽ അടുത്തത് നമ്മൾ പറയാൻ പോകണേ ടെറിഡോഫൈറ്റ്. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ പഠിച്ചു. ടെറിഡോഫൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റിൽ പ്രധാനമായിട്ടുള്ളത് ഹോസ്റ്റൈൽസും ഫേൺസും ആണ്. ടെറിഡോഫൈറ്റിൽ പ്രധാനമായിട്ടുള്ളത് ആരൊക്കെയാണ്? ഹോസ്റ്റൈൽസും ഫേൺസും ആണ്. അവർ കൂൾ ഡാമ്പ് ഷാഡി പ്ലേസസിലാണ് കാണുക. ദേ ആർ ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് വിത്ത് സൈലം ആൻഡ് ഫ്ലോയം. വാസ്കുലർ ബണ്ടിൽസ് ആദ്യമായി കണ്ടെത്തിയ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റുകളാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവർക്ക് മെഡിസിനൽ പർപ്പസ് ഉണ്ട് ആൻഡ് ആക്ട് ആസ് സോയിൽ ബൈൻഡേഴ്സ് അല്ലേ? നോക്കിക്കോണേ, ഇവർക്ക് മെഡിസിനൽ പർപ്പസ് ഉണ്ട്. സോയിൽ ബൈൻഡേഴ്സ് ആയിട്ടാണ് ഇവർ ആക്ട് ചെയ്യുക. സോയിൽ ബൈൻഡേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 പ്ലാന്റ് ബോഡി ഉണ്ട്. ഗാമറ്റോഫൈറ്റും ഉണ്ട്, സ്പോറോഫൈറ്റും ഉണ്ട്. ഇവരുടെ മെയിൻ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്. നമ്മൾ കാണുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. ഇവരുടെ ഗാമറ്റോഫൈറ്റ് ഇൻകോൺസ്പീക്കസ് ആയിട്ട് ചെറിയൊരു സാധനമാണ്. ബ്രയോഫൈറ്റിൽ ഗാമറ്റോഫൈറ്റ് ഫ്രീ ലിവിംഗ് ആണ്, സ്പോറോഫൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. എന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഇവിടെ മെയിൻ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്, പക്ഷേ ഗാമറ്റോഫൈറ്റും ഉണ്ട്. ഗാമറ്റോഫൈറ്റും ഗ്രീൻ ആണ്, സ്പോറോഫൈറ്റും ഗ്രീൻ ആണ്. 2 പേരും ഇൻഡിപെൻഡൻ്റ് ആണ്. ടെറിഡോഫൈറ്റ് മാത്രം പ്രത്യേകതയാണ്. ഗാമറ്റോഫൈറ്റും ഇൻഡിപെൻഡൻ്റ് ആണ്, സ്പോറോഫൈറ്റും ഇൻഡിപെൻഡൻ്റ് ആണ്. 2 പേരും ഫോട്ടോസിന്തറ്റിക് ആണ്. 2 പേരും സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ആരും ആശ്രയിക്കേണ്ട. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയുകയാണ് മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുന്നത്. ഇവരുടെ മെയിൻ പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആണെന്ന് പറഞ്ഞു. ആ സ്പോറോഫൈറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് റൂട്ട് സ്റ്റെം ലീഫ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കാണുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇവർക്ക് 2 സെക്സ് ഓർഗൻ ഉണ്ട്. മെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്. ആന്ത്രീഡിയം, ആർക്കിഗോണിയാണ്. ആന്ത്രീഡിയത്തിൻ്റെ ഉള്ളിൽ ആന്ത്രോസോയിഡ്സ് ഉണ്ടാവും. ആന്ത്രോസോയിഡ്സ് മൾട്ടി ഫ്ലജലേറ്റഡ് ആണ്. പിന്നെ ആർക്കിഗോണിയത്തിൻ്റെ ഉള്ളിൽ എഗ് ഉണ്ടാവും നമുക്കറിയാം. ഇനി പറയാൻ പോണേ, ഈ ചില ടെറിഡോഫൈറ്റുകളുടെ ലീഫ് ചെറുതാവാം, അതിനാണെങ്കിൽ മൈക്രോഫിൽ എന്നാണ് വിളിക്കുക. ചിലരുടെ ലീഫ് വലുതാവാം, അതിനെ മാക്രോഫിൽ എന്നാണ് വിളിക്കുക. ചോദിക്കാറുണ്ട് കേട്ടോ. മൈക്രോഫിൽസ് ആണ് കാണിക്കുന്നത്, സലാജിനല്ല. മൈക്രോഫിൽ സലാജിനല്ല. മാക്രോഫിൽ ആണെങ്കിൽ അത് ഫേൺ ആണ്. വലിയ ലീഫുള്ള ആളാണ് ഫേൺ എന്ന് പറയുന്നത്.
ഇനി ഇവരുടെ ഒരു ഗെമറ്റോഫൈറ്റ് ഉണ്ട്. ആ ഗെമറ്റോഫൈറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രോത്താലസ് എന്നാണ് വിളിക്കുക. ഒരു ടെറിഡോഫൈറ്റിന്റെ സ്പോർ താഴെ വീണ് ജർമിനേറ്റ് ചെയ്തുണ്ടാവുന്ന ഗെമറ്റോഫൈറ്റിന്റെ പേരാണ് പ്രോത്താലസ്. പ്രോട്ടോണീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രയോഫൈറ്റിന്റെ ഗാമറ്റോഫൈറ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. എന്നാൽ പ്രോത്താലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റിന്റെ ഗാമറ്റോഫൈറ്റ് ആണ് പ്രോത്താലസ് എന്താ ഇൻകോൺസ്പീക്കസ് ആണ്, പെട്ടെന്ന് കാണാൻ പറ്റില്ല, സ്മോൾ ആണ്, മൾട്ടി സെല്ലർ ആണ്, ഫ്രീ ലിവിംഗ് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, ഗാമറ്റോഫൈറ്റ് ആണ്, താലോയിഡ് ആണ്, ഹാർട്ട് ഷേപ്ഡ് ആണ്. ഇതാണ്ടോ ഈ കാണുന്ന സാധനമാണ് ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പോർ താഴെ വീണ് കഴിഞ്ഞാൽ ജർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന കാണാൻ പറ്റാത്ത വളരെ ചെറുതായിട്ടുള്ള ഈ ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഈ താലോയിഡ് ഗാമറ്റോഫൈറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രോത്താലസ്. ഈ പ്രോത്താലസുമലാണ് സെക്സ് ഓർഗൻസ് ഉണ്ടാവുക. കണ്ടോ, ആന്ത്രീഡിയം ഉണ്ടാവും, ആർക്കിഗോണിയം ഉണ്ടാവും. അവിടെയാണ് സെക്സ് ഓർഗൻസ് ഉണ്ടാവുക, അവിടെയാണ് ഗമേറ്റ് ഉണ്ടാവുക. പിന്നെ ഇതെന്നാണ് സ്പോറോഫൈറ്റ് ഉണ്ടായിട്ട് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രോത്താലസ്, ഫേണിൻ്റെ പ്രോത്താലസ് ആണ് അതിൻ്റെ ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ. ഇനി നമ്മൾ പറയുകയാണെ ഇവർ രണ്ട് രീതിയിലുണ്ട്. ടെറിഡോഫൈറ്റുകൾ രണ്ട് തരത്തിലുണ്ട്. ഹോമോസ്പോറസ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഹെട്രോസ്പോറസ് ആയിട്ടുള്ള ആളുകളുണ്ട്. നോക്കടാ, ഹോമോസ്പോറസ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഹെട്രോസ്പോറസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ചോദിക്കുവേ, ഹോമോസ്പോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ ഒരു ടൈപ്പ് സ്പോറുകൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മെജോറിറ്റി ടെറിഡോഫൈറ്റുകളും ഹോമോസ്പോറസ് ആണ്. മെജോറിറ്റി ടെറിഡോഫൈറ്റുകൾ ഹെട്രോസ്പോറസ് ആണ്, തെറ്റി. മെജോറിറ്റി ടെറിഡോഫൈറ്റുകൾ ഹോമോസ്പോറസ് ആണ്. ഈ കുറച്ച് ആൾക്കാരെ എന്തുള്ളൂ ഹെട്രോസ്പോറസ് ഉള്ളൂ. അവരുടെ ബോഡിയിൽ രണ്ട് ടൈപ്പ് സ്പോറുകൾ ഉണ്ടാവും, അവരാണ് ഹെട്രോസ്പോറസ് എന്ന് പറയുന്നത്. ഹെട്രോസ്പോറസ് രണ്ട് എക്സാമ്പിൾ എല്ലാവരും പഠിച്ചു സ്ഥിരമായിട്ട് നീട്ടി ചോദിക്കുന്നതാണ്. സലാജിനല്ല, സാൽവീനിയ. ഹെട്രോസ്പോറസ് ആണ്. സാൽവിയ എന്താണ്? സാൽവിയ എന്ന് പറഞ്ഞ ഒരു ആൻജിയോസ്പം ആണ്. ഇത് സാൽവീനിയ, നീട്ടി പറയണം. സലാജിനല്ല, സാൽവീനിയ, ഹെട്രോസ്പോറസ് ആണ്. ക്ലിയർ. അപ്പോൾ അത് കിട്ടി. ഇനി ക്ലാസസ് ഓഫ് ടെറിഡോഫൈറ്റ്സിനെ നമ്മൾ പ്രധാനമായിട്ട് 4 തരം തിരിച്ചിട്ടുണ്ട്. സൈലോപ്സിഡ, ലൈക്കോപ്സിഡ, സിനോപ്സിഡ, ടെറോപ്സിഡ. പഠിക്കേ, സൈലോപ്സിഡ, ലൈക്കോപ്സിഡ, സിനോപ്സിഡ, ടെറോപ്സിഡ. സൈലോപ്സിഡ, ലൈക്കോപ്സിഡ, സിനോപ്സിഡ, ടെറോപ്സിഡ. സൈലോപ്സിഡ, ലൈക്കോപ്സിഡ, സിനോപ്സിഡ, ടെറോപ്സിഡ. അങ്ങടിയിൽ മാർക്കറ്റിൽ വിളിക്കുന്ന പോലെ അല്ലേ. സൈലോപ്സിഡ നല്ല ഓട്ടക്കാരനാണ്, സൈലോട്ടം. അങ്ങനെ വിളിച്ചാൽ മതി. സൈലോപ്സിഡ നല്ല ഓട്ടക്കാരനാണ്. ആരാ? സൈലോട്ടം. കിട്ടി. അടുത്തത് ലൈക്കോപ്സിഡ, ലൈക്കോപ്പ് സിഡ. അതാണ് സലാജിനല്ല, ലൈക്കോപോഡിയം. എന്ത് എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കും സലാജിനല്ല ഇല്ല വരെ. സലാജിനല്ല കോപ്പാണ്, സലാജിനല്ല ലൈക്കോപോഡിയാണ്. കോപ്പ് ലൈക്കോപോഡിയം. കിട്ടിയോ? ലൈക്കോപ്പ് സിഡ, ലൈക്കോപോഡിയം, സലാജിനല്ല. കിട്ടി. അടുത്ത സിനോപ്സിഡ സെറ്റ, ഇക്യു സെറ്റം. കണ്ടോ, സിനോപ്സിഡ സെറ്റ. അങ്ങനെ പഠിച്ചാൽ മതി. സിനോപ്സിഡ സെറ്റ, ഇക്യു സെറ്റം. കണ്ടോ. ടെറോപ്സിഡ, ടെറിസൈഡ് പഠിക്കണം. ടെറോപ്സിഡ, ഡ്രയോപ്റ്ററിസ്, അടിയാൻഡം. ഡ്രയോപ്റ്ററിസ്, പിന്നെ അടിയാനോടെ, അടിയാൻഡം. കാരണം അങ്ങനെ പഠിച്ചാൽ മാറിപ്പോവില്ല. കിട്ടൂലേ. സൈലോപ്സിഡ നല്ല ഓട്ടക്കാരനാണ്, സൈലോട്ടം. പിന്നെ ലൈക്കോപ്സിഡ, കോപ്പ്, ലൈക്കോപോഡിയം, സലാജിനല്ല കോപ്പാണ്. കാരണം അങ്ങനെ പഠിച്ചാൽ മതി. സിനോപ്സിഡ സെറ്റാണ്, ഇക്യു സെറ്റം. ടെറോപ്സിഡ ഡയോട്രൈസ്, പിന്നെ അടിയ, പൊട്ടിയ പിന്നെ അടിയാണ്. കിട്ടി, അതും കിട്ടി. എങ്കിൽ നമ്മൾ ജിംനോസ്പേമിലേക്ക് പോകണം മക്കളെ. വാടാം. ജിംനോസ്പേം എന്ന് പറഞ്ഞാൽ നെയ്ക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്നാണ് അർത്ഥം. ജിംനോസ് എന്ന് പറഞ്ഞാൽ നെയ്ക്കഡ് എന്നാണ്, സ്പേമ എന്ന് പറഞ്ഞാൽ സീഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒവ്യൂൾസ് ആർ നോട്ട് എൻക്ലോസ്ഡ് ബൈ ഓവറി ബോൾ, റിമെയിൻ എക്സ്പോസ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. കണ്ടോ, ഓരോ ഒവ്യൂൾ ഒരിക്കലും ഓവറിനെ കൊണ്ട് കവർ ചെയ്യില്ല. ഫെർട്ടിലൈസേഷൻ മുന്നേ, ഫെർട്ടിലൈസേഷൻ ശേഷം അവരുടെ ഒവ്യൂൾ എന്തായിരിക്കും? എക്സ്പോസ്ഡ് ആയിരിക്കും എന്നാണ്. ഇവരിൽ മീഡിയം സൈസ് ട്രീസ് ഉണ്ട്, ടോൾ ട്രീസ് ഉണ്ട്, അതുപോലെ ഷ്രബുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം ടോളസ്റ്റ് ട്രീ സ്പീഷീസ് ആണ് റെഡ്വുഡ് സെക്കോയ. അപ്പോൾ നമ്മൾ ചോദിക്കും ഏറ്റവും വലിയ ട്രീ ആണ് റെഡ്വുഡ് സെക്കോയ, അതൊരു ജിംനോസ്പേം ആണെന്ന് ഓർത്തിരിക്കുക. ഇനി പ്ലാൻ ബോഡി ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആണ്. നമ്മൾ കാണുന്ന ഓരോ ജിംനോസ്പേമിൻ്റെയും പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആണ്. ഇനി അടുത്തത് അവരുടെ ഇൻഡിപെൻഡന്റ് ഫ്രീ ലിവിംഗ് ഫോട്ടോസിന്തറ്റിക് ആണ്. ഇനി ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ബ്രയോഫൈറ്റിന് 2 പ്ലാൻ ബോഡി ഉണ്ട്, ഗാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും. ടെറിഡോഫൈറ്റിനും ഉണ്ട് ഗാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും. ജിംനോസ്പേമിനും ആൻജിയോസ്പേമിനും ഗാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും ഉണ്ട്. അതിൽ നോക്കിക്കോണേ, ഏത് പ്ലാന്റ് ആണെങ്കിലും ഗാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്, സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണ്. അത് പഠിച്ചേക്കുക ആദ്യം. ബ്രയോഫൈറ്റ് മുതൽ ആൻജിയോസ്പേം വരെയുള്ള ആരുടെ ഗാമറ്റോഫൈറ്റ് എടുത്താലും ഹാപ്ലോയിഡ് ആണ്, സ്പോറോഫൈറ്റ് എല്ലായ്പ്പോഴും ഡിപ്ലോയിഡ് ആണ്. ആൽഗകൾക്ക് ഗാമറ്റോഫൈറ്റ് മാത്രമേ ഉള്ളൂ, അവർക്ക് സ്പോറോഫൈറ്റ് ജനറേഷൻ ഇല്ല. അതുകൊണ്ടാണ് ആൽഗെ നമ്മൾ പെടുത്താത്തത്, കാരണം അത്രയും ഇതാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണെ ബ്രയോഫൈറ്റുകളുടെ ഗാമറ്റോഫൈറ്റ് ആണ് മെയിൻ പ്ലാൻ ബോഡി. ബാക്കി 3 പ്ലാന്റുകളുടെയും സ്പോറോഫൈറ്റ് ആണ് മെയിൻ പ്ലാൻ ബോഡി. അതിൽ ബ്രയോഫൈറ്റുകളിലെ ഗാമറ്റോഫൈറ്റ് ഫ്രീ ലിവിംഗ് ആണ്, സ്പോറോഫൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ആണല്ലോ. എന്നാൽ ടെറിഡോഫൈറ്റിൽ ഗാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും ഫ്രീ ലിവിംഗ് ആണ്. ജിംനോസ്പേമിലും ആൻജിയോസ്പേമിലും സ്പോറോഫൈറ്റ് ആണ് ഫ്രീ ലിവിങ്, ഗാമറ്റോഫൈറ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻജിയോസ്പേമിൻ്റെ മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻ ആണ്, അപ്പോൾ അതിന് സ്പോറോഫൈറ്റ് ആയ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യണം. ജിംനോസ്പേമിലും ആൻജിയോസ്പേമിലും നമ്മൾ കാണുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്, അപ്പോൾ ഗാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും ജിംനോസ്പേമിലും ആൻജിയോസ്പേമിലും. തെറ്റിക്കൂലല്ലോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണേ ഇവരുടെ ഗാമറ്റോഫൈറ്റ് മൾട്ടി സെല്ലർ ആണ്, സ്മോൾ ഡിപ്പെൻഡൻ്റ് ആണ് സ്പോറോഫൈറ്റ്. കണ്ടോ, ഗാമറ്റോഫൈറ്റ് ഡിപ്പെൻഡ് ആണ് സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അത് കിട്ടി. എങ്കിൽ നമ്മൾ പറയണേ റൂട്ട് ഇവർ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് കാണിക്കുക. ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് റൂട്ട് ഉണ്ട്, അതാണ് കോർലോയിഡ് റൂട്ട് എന്നാണ് മക്കളെ പറയുക. കോർലോയിഡ് റൂട്ട് എന്ന സൈക്കസിലാണുള്ളത്. അത് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സൈനോബാക്ടീരിയയുമായിട്ടാണ് അസോസിയേഷൻ കാണിക്കുക. കോർലോയിഡ് റൂട്ട്, സൈക്കസ്, നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സൈനോബാക്ടീരിയ ഓർത്തുക. അടുത്താണ് മൈക്കോറൈസ, ഫംഗസും റൂട്ട്സ് ഓഫ് ഫൈനസും തമ്മിലുള്ള അസോസിയേഷനാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്.
അതും കിട്ടി. അടുത്ത സ്റ്റെം ബ്രാഞ്ചഡ് ആവാം അൺബ്രാഞ്ചഡ് ആവാം. ബ്രാഞ്ചഡ് സ്റ്റെം ഉള്ളത് എവിടെയാണ്? പൈനസിലും സിഡ്രസിലുമാണ്. അൺബ്രാഞ്ചഡ് സ്റ്റെം ഉള്ളത് സൈക്കസിലാണെന്ന് എല്ലാവർക്കും അറിയാം. ലീഫ് സിമ്പിൾ ലീഫ് ആവാം, കോമ്പൗണ്ട് ലീഫ് ആവാം. എക്സ്ട്രീം ടെമ്പറേച്ചറിനും ഹ്യൂമിഡിറ്റിനൊക്കെ അതിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. കോണിഫേഴ്സ് ചോദിച്ചതാണ്. കോണിഫേഴ്സിൽ നീഡിൽ ലൈക്ക് ലീവ്സ് ആണുള്ളത്, കാരണം സർഫസ് ഏരിയ കുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സങ്കൺ സ്റ്റൊമാറ്റ ഉണ്ട്, തിക്ക് ക്യൂട്ടികൾ ഉണ്ട്, അത് വാട്ടർ ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓർത്തേക്കുക. സൈക്കസിൽ പിന്നേറ്റ് ലീഫാണ്, സൈക്കസിലുള്ളത് പിന്നേറ്റ് ലീഫുകളാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഇവരുടെ റീപ്രൊഡക്ഷൻ. ജിംനോസ്പേമുകൾ എല്ലാവരും ഹെട്രോസ്പോറസ് ആണ്. നോട്ട് മൈ പോയിന്റ്. ജിംനോസ്പേംസ് എല്ലാവരും ഹെട്രോസ്പോറസ് ആണ്. അപ്പോൾ 2 ടൈപ്പ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ സ്പോറോഫിൽ ഉണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്? സ്പോറോഫിൽ ഉണ്ട്. അപ്പോൾ അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ നമ്മൾ സ്ട്രോബൈലി എന്നാണ് വിളിക്കുക. റീപ്രൊഡക്ഷൻ കഴിഞ്ഞു. പിന്നെ ജയന്റ് റെഡ്വുഡ് സെക്കോ എല്ലാവർക്കും മനസ്സിലായി. ലാസ്റ്റ് പോയിന്റ് ആണ് ലൈഫ് സൈക്കിൾ ആൻഡ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. നോക്കണം മക്കളെ, 3 ടൈപ്പ് ലൈഫ് സൈക്കിളാണ് പ്ലാന്റ്സ് കാണിക്കുക. ഏതൊക്കെയാണ്? ഹാപ്ലോണ്ടിക് ഉണ്ട്, ഡിപ്ലോണ്ടിക് ഉണ്ട്, ഹാപ്ലോഡിപ്ലോണ്ടിക് ഉണ്ട് അല്ലേ? ഹാപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക്, ഹാപ്ലോഡിപ്ലോണ്ടിക്. അതിൽ ഹാപ്ലോണ്ടിക് ആണ് മോസ്റ്റ് ആൽഗെ. 99% ആൽഗകളും ഹാപ്ലോണ്ടിക് ആണ്. ഡിപ്ലോണ്ടിക് എന്ന് പറഞ്ഞാൽ ജിംനോസ്പേമും ആൻജിയോസ്പേമും ഡിപ്ലോണ്ടിക് ആണ്. ഹാപ്ലോഡിപ്ലോണ്ടിക് ആണ് ബ്രയോഫൈറ്റും ടെറിഡോഫൈറ്റും. 5 പ്ലാന്റ് ഗ്രൂപ്പ്: ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം. അതിൽ ആൽഗെ ഹാപ്ലോണ്ടിക്, ബ്രയോഫൈറ്റും ടെറിഡോഫൈറ്റും ഹാപ്ലോഡിപ്ലോണ്ടിക്, രണ്ടിടത്തും കാലിട്ടിക്കാണ്. എന്നാൽ ആൻജിയോസ്പേംസും ജിംനോസ്പേംസും വലിയ പ്ലാന്റ്സ് ഒക്കെ ഡിപ്ലോണ്ടിക് ആണ്. ഇനി ഇവിടെ മോസ്റ്റ് ആൽഗെ എന്നാണ് നമ്മൾ പറഞ്ഞത്, ഹാപ്ലോണ്ടിക്. അപ്പോൾ ആൽഗകളിൽ ഡിപ്ലോണ്ടിക് ആയവരും ഹാപ്ലോഡിപ്ലോണ്ടിക് ആയുള്ള ആളുകളും ഉണ്ട്. ആൽഗകളിൽ ഡിപ്ലോണ്ടിക് ആയുള്ള ആൽഗയാണ് ഫ്യൂക്കസ്. പഠിക്കണം, ഡിപ്ലോണ്ടിക് ആയുള്ള ആൽഗയാണ് ഫ്യൂക്കസ്. ഹാപ്ലോഡിപ്ലോണ്ടിക് ആയുള്ള ആൽഗയാണ് കെഇ പോളി ആരൊക്കെ? കെൽപ്സ്, എക്ടോകാർപ്പസ്, പോളിസിഫോണിയ. അവിടെ ഇതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.